കോൺഗ്രസിലെ സിംഹഗർജനമായ കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കിയിട്ട് സണ്ണി ജോസഫിനെ എന്തിനാണ് അവിടെ പ്രതിഷ്ഠിച്ചത്? സിനിമ കാണാനാണ്. എന്താണ് KPCC അധ്യക്ഷൻ്റെ റോൾ? സണ്ണി ജോസഫ് MLA ആണ്. അതിനു മുമ്പ് DCC അധ്യക്ഷനായിരുന്നു. അതുപോലെ തന്നെ ജില്ലയിലെ UDFൻ്റെ കൺവീനറായിരിക്കാം. ഇങ്ങനെ പല സ്ഥാനമാനങ്ങൾ ഇരുന്നിട്ട് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തി. എന്താണ് KPCC അധ്യക്ഷൻ്റെ റോൾ എന്നുള്ള വിവരം ആരെങ്കിലും ധരിപ്പിച്ചു കൊടുത്തോ? അതോ ഇത്രയും നാളത്തെ MLA പരിചയവും ഒക്കെ ഉള്ളത് കൊണ്ട് ഇത് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിവ് പോരാ എന്നുള്ളതാണോ? എന്തിനു വേണ്ടിയാണ് സുധാകരനെ മാറ്റി സണ്ണി ജോസഫിനെ കൊണ്ടുവന്നത് എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. ന്യൂനപക്ഷ സമുദായത്തിൻ്റെ, ക്രൈസ്തവ സമുദായത്തിൻ്റെ, അവർ കോൺഗ്രസിൽ നിന്ന് അകന്നു പോയവരാണ്. അവരെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി, അവരെ തിരികെ ചേർത്ത് നിർത്തുന്നതിനു വേണ്ടി നടത്തിയ തന്ത്രമാണ്. പക്ഷേ അതായിക്കൊള്ളട്ടെ, നല്ലത് തന്നെയാണ്. ഏതെല്ലാം വഴികളിലൂടെ വോട്ട് ചോർച്ചയുണ്ടായോ അതെല്ലാം തിരിച്ചു പിടിക്കുന്നതിന് അങ്ങനെ ചെയ്യണം. ഇപ്പോൾ പിണറായി വിജയൻ കണ്ടില്ലേ, ശബരിമല യുവതി പ്രവേശം നടത്തി, അതിനുശേഷം അയ്യപ്പ സംഗമം നടത്തി, അതെല്ലാം പരിഹരിച്ചു എന്ന് അദ്ദേഹം ധരിച്ചു വച്ചിരിക്കുന്നു. എന്തായാലും നടത്തിയല്ലോ. അതുപോലെ KPCCയും ചെയ്യുന്നതിൽ തെറ്റില്ല, ന്യൂനപക്ഷ സമുദായത്തെ തിരികെ കൊണ്ടുവരുന്നതിൽ. പക്ഷെ അത് തിരികെ കൊണ്ടുവരാൻ കഴിയാത്ത തരത്തിൽ അകന്നുപോയി എന്നുള്ളത് നമുക്കേവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം അതിൻ്റെ ഉത്തരവാദി കോൺഗ്രസ്സുകാർ തന്നെയാണ്. UDFിലുള്ള പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ ഓവർ ഭരണമാണ് ക്രൈസ്തവ സമുദായത്തെ UDFിൽ നിന്ന് അകറ്റിയത്. മുസ്ലിം സമുദായം ആധിപത്യം സ്ഥാപിക്കുന്നു, അവരുടെ അവകാശങ്ങൾ മാത്രം അനുവദിച്ചു കൊടുക്കുന്നു, അവർക്ക് വേണ്ടി അമിത പ്രീണനം നടത്തുന്നു എന്നിങ്ങനെയുള്ള നിരവധി പരാതികൾ ക്രൈസ്തവ സമുദായത്തിനുണ്ടായിരുന്നു. അത് നിരവധി സഭകൾക്കുമുണ്ട്. ചില സഭകളൊക്കെ UDFിനോടൊപ്പം നിൽക്കുന്നുണ്ട്. ചില സഭകൾ ജോസ് കെ മാണി ഇങ്ങോട്ടേക്ക് വരണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടല്ലോ. എല്ലാ സഭകളും അല്ല. അപ്പോൾ KPCCയിൽ ഇപ്പോൾ ആരാണ് ഭരണം നടത്തുന്നത്? വർക്കിംഗ് പ്രസിഡന്റുമാരാണ് ഇപ്പോൾ ഭരണം നടത്തുന്നത്. PC വിഷ്ണുനാഥും അനിൽകുമാറും ഷാഫി പറമ്പിലുമാണ് ഇപ്പോൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാം ഇപ്പോൾ KC വേണുഗോപാലിൻ്റെ ഗ്രൂപ്പിൽപ്പെട്ടവരായി തീർന്നിരിക്കുകയാണ്. KC വേണുഗോപാൽ കേരളത്തിൽ ഇറങ്ങി കളി തുടങ്ങിയിട്ടുണ്ടല്ലോ. അങ്ങനെ കളം പിടിച്ച് ആടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ KC വേണുഗോപാല് ഇറങ്ങി കളിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് സണ്ണി ജോസഫ് ഇവിടെ അപ്രസക്തനായി മാറിയത്. നോക്കുക, സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ പറ്റിയ നിരവധി വിഷയങ്ങൾ ഇവർക്ക് തലയ്ക്ക് മീതെ വന്ന് നിന്നപ്പോഴും ഈ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഒന്നും വേണ്ട രീതിയിൽ ഉണർന്ന് പ്രവർത്തിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ PC വിഷ്ണുനാഥായാലും ഷാഫി പറമ്പിലും ഒക്കെ ഉമ്മൻചാണ്ടിയുടെ മാനസപുത്രനായിരുന്നു ഷാഫി പറമ്പിൽ. തനിക്ക് ജനിക്കാതെ പോയ പുത്രൻ എന്നൊക്കെയുള്ള രീതിയിൽ ഷാഫിയെ ചേർത്ത് നിർത്തി. ഷാഫിയും PC വിഷ്ണുനാഥ് കുറച്ചുകൂടി ഒരു മാന്യത നിലനിർത്തുന്നതാണ്. ഷാഫി പറമ്പിൽ ഉമ്മൻചാണ്ടി അത് കഴിഞ്ഞിപ്പോൾ VD സതീശന്റെ ഗ്രൂപ്പിൽ വന്നു. അത് കഴിഞ്ഞിപ്പോൾ ഇതാ KCയുടെ അടുക്കലേക്ക് മാറിയിരിക്കുകയാണ്. മാങ്കൂട്ടത്തിൽ വിഷയത്തിന് ശേഷമാണ് KCയുടെ ഗ്രൂപ്പിലേക്ക് പോയിരിക്കുന്നത്. KC എന്തായാലും ഈ സണ്ണി ജോസഫിനെ ഒതുക്കി നിർത്തിയതൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് കൃത്യമായി നമുക്കറിയാം. എത്രയോ വിഷയങ്ങളിൽ പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കാതെ വെറും ഒരു ബൊമ്മയായിട്ട് മാത്രം നിൽക്കുന്ന സ്ഥിതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവ ഈ 3 ചെറുപ്പക്കാരായിട്ടുള്ള ഈ വർക്കിംഗ് പ്രസിഡന്റുമാര് ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ
തലമുതിർന്ന ഇവരൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിച്ചു തുടങ്ങി സ്ഥാനമാനങ്ങൾ അലങ്കരിച്ചവരൊക്കെ തന്നെ ഇരിക്കുകയാണ്. നമ്മളെ എത്ര പറഞ്ഞാലും കടൽക്കിഴവന്മാരെന്നൊക്കെ പറഞ്ഞ് എത്ര തള്ളിയാലും അവരിൽ നിന്നുള്ള ചില കാര്യങ്ങൾ കൂടി ഇവർക്ക് കേൾക്കണ്ടേ? അങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് പോകണമല്ലോ. അപ്പോൾ അത്തരത്തിൽ അതൊന്നും തന്നെ വകവയ്ക്കാതെ KC വേണുഗോപാലിന്റെ നിർദ്ദേശാനുസരണം ഇവർ മൂവരുമാണ് ഇപ്പോൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർ മൂവരും ഭരണം നടത്തുമ്പോൾ സണ്ണി ജോസഫിന്റെ പ്രസക്തി വീണ്ടും നഷ്ടപ്പെടുകയാണ്. അപ്പോൾ വേറൊരു കാര്യം ഇവിടെ ഉയരുന്നുണ്ട്. അതായത് സണ്ണി ജോസഫിനെ എന്തിനു വേണ്ടിയാണ് കൊണ്ടുവന്നത്? കോൺഗ്രസിൽ നിന്ന് അകന്നുപോയ ന്യൂനപക്ഷ സമുദായമായ ക്രൈസ്തവരെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയാണ്. വീണ്ടും സണ്ണി ജോസഫിനെ നിശബ്ദനാക്കുമ്പോൾ ഈ അകന്നുപോയ ക്രൈസ്തവ സമുദായം എങ്ങനെ തിരികെ വരും? ഇതാണ് സ്ഥിതി. UDF-നകത്ത് ക്രൈസ്തവരെ അടിച്ചമർത്തുന്നു എന്നുള്ള ഒരു ദോഷം കൂടി ഇപ്പോൾ കേൾക്കേണ്ടി വന്നിരിക്കുകയല്ലേ. അപ്പോൾ സണ്ണി ജോസഫ് ഇത് ഇട്ടെറിഞ്ഞിട്ട് പോകണം. കോൺഗ്രസിൽ നമുക്കറിയാം, ആരെയും KPCC അധ്യക്ഷ സ്ഥാനത്ത് വന്നാൽ ഭരിക്കാൻ അനുവദിക്കത്തില്ല. കെ മുരളീധരൻ ഇരുന്ന കാലമുണ്ടല്ലോ, അതൊരു സുവർണകാലമായിരുന്നു. ആ കാലത്ത് ഇന്ദിരാഭവൻ ഉണർന്നു പ്രവർത്തിക്കുമായിരുന്നു. ഇപ്പൊ എന്താണ്? നമ്മളെ ശ്മശാനമോഹത എന്നൊക്കെ പറയും. ശ്മശാനത്തെ അങ്ങനെ പരിഹസിക്കരുത്. ശ്മശാനം ഇതിനേക്കാൾ എത്രയോ വളരെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് ആളല്ല ഒഴിഞ്ഞ ഒരു ചന്തപ്പറമ്പായിട്ട് മാത്രമേ നമുക്ക് തോന്നുന്നുള്ളൂ. കാക്കാശിന് ഗുണമില്ലാത്ത ഒരു KPCC ആസ്ഥാനമാണ് തിരുവനന്തപുരത്ത് നഗരഹൃദയത്തിലുള്ളത്. ഇടിച്ചു കളഞ്ഞിട്ട് ചൊറുതനം നട്ടുവെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുകൊണ്ടെങ്കിലും ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടാകുമെങ്കിൽ, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് തന്നെ ആ ചൊറുതനം കൊണ്ട് പ്രയോജനം ഉണ്ടാകും. അല്ലാതെ KPCC പ്രസിഡന്റിനെ നിയമിച്ചു വെച്ചിട്ട് KPCC പ്രസിഡന്റിന് വാതുറക്കാൻ കഴിയാത്ത അവസ്ഥയിലെത്തിക്കുക, അത് ഈ ഹൈക്കമാൻഡിന്റെ ഒരു ഇടപെടൽ തന്നെയാണ്. KC വേണുഗോപാൽ കേരളത്തിലേക്ക് ഇറങ്ങി കളിക്കുമ്പോൾ കേരളത്തെ മുടിപ്പിക്കാൻ പോകുന്നു എന്നാണ് അർത്ഥം. ഈ അവസരത്തിൽ പിണറായി വിജയൻ മൂന്നാം വട്ടവും അധികാരത്തിലേക്ക് വരുമെന്നുള്ള സൂചനകളൊക്കെ തന്നെ ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ക്ഷേമ പെൻഷൻ കൂട്ടുന്നു, DA കൊടുക്കുന്നു, അധികം വൈകാതെ തന്നെ പുതിയ ശമ്പള കമ്മീഷൻ വരും. ഇതിനൊക്കെ നിങ്ങൾക്ക് എന്ത് മറുപടി ഉണ്ട്? ഇനി ഇവിടെ ഒരു മറിയക്കുട്ടിയെ നമുക്ക് കാണാൻ കഴിയുമോ? ഒരു മറിയക്കുട്ടിയും പിച്ചച്ചട്ടി എടുത്തുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാൻ കഴിയാതെ പോയി ഇപ്പോൾ KPCC പ്രസിഡന്റിനെ അവിടെ ഇരുത്തിയിട്ട് വേറെ ചിലർ ഭരിക്കുന്നു. ഇതാണ് കോൺഗ്രസിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്.